Good morning to all. Welcome to our business studies class. In the previous class, we discussed about levels of management. Mainly there are three levels of management. They are top level management, middle level management and lower level management. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയാണ് ഒരു മാനേജ്മെന്റിന്റെ ഡിഫറെന്റ് ലെവൽസ് ഏതൊക്കെയായിരുന്നു? ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, middle level management and lower level management. Then we discussed about the functions or duties of different levels of management. പിന്നെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് അതുപോലെ മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെയും ദെൻ ലോവർ ലെവൽ മാനേജ്മെന്റിന്റെയും ഫങ്ഷൻസ് അല്ലെങ്കിൽ ഡ്യൂട്ടി അവരുടെ കടമകളെ കുറിച്ചാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെന്റ് ഫങ്ഷൻസിനെ കുറിച്ചാണ്. എന്താണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്? ദ ഡ്യൂട്ടീസ് പെർഫോംഡ് ബൈ മാനേജർ ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആർ കോൾഡ് ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. അതായത് ഒരു മാനേജർ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ആണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കാം? ടു അറ്റൈൻ മാക്സിമം റിസൾട്ട്, അല്ലെ? മാക്സിമം റിസൾട്ട് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ഓർഗനൈസേഷന്റെയും മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ആ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനിലെ മാനേജർ ചെയ്യുന്ന ഡ്യൂട്ടീസിനെ പറയുന്ന പേരാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഇൻ സിമ്പിൾ ടേംസ്, മാനേജ്മെന്റ് മീൻസ് വാട്ട് എ മാനേജർ ഡസ്. എന്താണോ ഒരു മാനേജർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വാട്ട് എ മാനേജർ ഡസ് ഈസ് കോൾഡ് മാനേജ്മെന്റ്. മെയിൻലി മാനേജ്മെന്റ് ഫങ്ഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5 ബ്രോഡ് കാറ്റഗറീസ്. മാനേജ്മെന്റ് ഫങ്ഷൻസിനെ 5 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പ്ലാനിങ്, സെക്കൻഡ് വൺ ഓർഗനൈസിങ്, തേർഡ് വൺ സ്റ്റാഫിംഗ്, ഫോർത്ത് വൺ ഡയറക്റ്റിംഗ് ആൻഡ് ഫിഫ്ത്ത് വൺ കൺട്രോളിംഗ്. ഇതാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഈ ഫങ്ഷൻസ് നിങ്ങൾ ഈ ഓർഡറിൽ തന്നെ പഠിച്ചു പോകണം. മാനേജ്മെന്റ് ഫങ്ഷൻസിനെ നമുക്ക് ടോപ്പ് ലെവൽ ഫങ്ഷൻസ് ആയിട്ട് പറയാം. പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഫങ്ഷൻസും. ദെൻ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷനും അതുപോലെ തന്നെ ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ആർ ലോവർ ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻസ്. ഏതൊക്കെയാണ്? ടോപ്പ് ലെവല് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ദെൻ മിഡിൽ ലെവല് സ്റ്റാഫിംഗ്, സൂപ്പർവൈസറി ലെവൽ ഓർ ലോവർ ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഇനി നമുക്ക് ഓരോ ഫംഗ്ഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പ്ലാനിംഗ്. ദെൻ വാട്ട് ഈസ് പ്ലാനിംഗ്? നമ്മളൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് പ്ലാനിങ്, അല്ലെ? പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ, വേർ ഈസ് ടു ബി ഡൺ, ഹൗ ഈസ് ടു ബി ഡൺ ആൻഡ് ഹും ഈസ് ടു ബി ഡൺ. അതായത് ഏതൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെ പറയുന്ന പേരാണ് പ്ലാനിങ്. പ്ലാനിങ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. നമ്മൾ ഏതൊരു പ്രവർത്തനം ചെയ്യുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാറുണ്ട്, അല്ലെ? അങ്ങനെ ചിന്തിക്കുന്നതിനെ പറയുന്ന പേരാണ് പ്ലാനിങ്. ദെൻ പ്ലാനിങ്ങിന്റെ മീനിങ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഈസ് ടു ബി ഡൺ, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം. ദെൻ വേർ ഈസ് ടു ബി ഡൺ, എവിടെ ചെയ്യണം. ദെൻ ഹൗ ഈസ് ടു ബി ഡൺ, ഏത് രീതിയിൽ ചെയ്യണം. ആൻഡ് ഹു ഈസ് ടു ബി ഡൺ, ആര് ചെയ്യണം. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെ പറയുന്ന പേരാണ് പ്ലാനിങ്. ദെൻ പ്ലാനിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. ഒരു മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് പ്ലാനിങ്. ഇറ്റ് സിംപ്ലി മീൻസ് പ്രീ ഡിറ്റർമിനേഷൻ ഓഫ് എ കോഴ്സ് ഓഫ് ആക്ഷൻ. അതായത് ഒരു പ്രവർത്തനത്തെ കുറിച്ച് മുൻകൂട്ടി ചിന്തിക്കുന്നതിനെ പറയുന്ന പേരാണ് പ്ലാനിങ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ഇൻ അഡ്വാൻസ് ആൻഡ് ഔട്ട്ലൈൻ ഓഫ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുന്നതിനെ പറയുന്ന പേരാണ് പ്ലാനിങ്. ദാറ്റ് ഈസ് തിങ്കിങ് അബൌട്ട് വാട്ട് ഈസ് ടു ബി ഡൺ ടുമാറോ.
അതായത് നാളെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതിനെ പറയുന്ന പേരാണ് പ്ലാനിങ്. ഫോർ എക്സാമ്പിൾ, നോക്കിയ പ്ലാൻസ് ടു പ്രൊഡ്യൂസ് 10 lakh മൊബൈൽ ഫോൺ ഇൻ ദ നെക്സ്റ്റ് ഇയർ. അതായത് ഒരു നോക്കിയ കമ്പനിയുടെ പ്ലാനിങ് ആണ് 10 ലക്ഷം മൊബൈൽ ഫോണ് അടുത്ത വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അത് അവരുടെ ഒരു പ്ലാനാണ്. അതുപോലെ തന്നെ എ പേഴ്സൺ പ്ലാൻ ടു കൺസ്ട്രക്റ്റ് എ ഹോം. അതായത് ഒരാൾ ഒരു വീട് നിർമ്മിക്കണം എന്നുള്ളത് അയാളുടെ ഒരു പ്ലാനിങ് ആണ്. ദെൻ എ സ്കൂൾ പ്രിപ്പയർ പ്ലാൻ ഫോർ എ ടൂർ പ്രോഗ്രാം. അതുപോലെ സ്കൂൾ ഒരു ടൂർ പ്രോഗ്രാം തീരുമാനിക്കുന്നത് ഒരു പ്ലാനിങ് ആണ്. ഇതൊക്കെയാണ് പ്ലാനിങ്ങിന് എക്സാമ്പിൾസ്. സെക്കൻഡ് വൺ, ഓർഗനൈസിങ്. ആഫ്റ്റർ ദ സെറ്റിംഗ് അപ്പ് ഓഫ് പ്ലാൻസ്, ദ നെക്സ്റ്റ് ടാസ്ക് ഓഫ് മാനേജ്മെന്റ് ഈസ് ഓർഗനൈസിങ്. പ്ലാനിങ് നടത്തി കഴിഞ്ഞാൽ അടുത്ത മാനേജ്മെന്റിന്റെ ടാസ്ക് എന്ന് പറയുന്നത് ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ് മീൻസ് പ്രിപ്പയറിംഗ് എ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ഫോർ ദ ആക്ടിവിറ്റീസ് ടു എക്സിക്യൂട്ട് പ്ലാൻ. അതായത് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച പ്ലാൻ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ചട്ടക്കൂട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് മീൻസ് പ്രിപ്പയറിംഗ് എ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് ഫോർ ദ ആക്ടിവിറ്റീസ് ടു എക്സിക്യൂട്ട് പ്ലാൻസ്. Organizing involves the complex task of arranging the resources needed for the functioning of an organization, such as money, machinery, raw material, and human resources. Which means organizing is a difficult task. Organizing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ടാസ്ക് ആണെന്നാണ് പറയുന്നത്. കാരണം ഓർഗനൈസിങ്ങിലാണ് ആ ഒരു ഓർഗനൈസേഷന് വേണ്ട മെറ്റീരിയലും മെഷീനറിയും അതുപോലെ റിസോഴ്സസും ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഓർഗനൈസിങ് ഒരു ഡിഫിക്കൽട്ടി ടാസ്ക് ആണെന്നാണ് പറയുന്നത്. ഓർഗനൈസിങ് ഇൻക്ലൂഡ്സ് ഡിവിഷൻ ഓഫ് വർക്ക് ഇൻ ടു സെവറൽ ഡിപ്പാർട്ട്മെന്റ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എമംഗ് ഡിഫറെന്റ് പീപ്പിൾ എക്സെട്ര. അതുപോലെ തന്നെ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷൻ ഓഫ് വർക്ക്, അതായത് ആ ഓർഗനൈസേഷനിലെ വർക്കുകൾ ഓരോരുത്തർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഓരോരുത്തർക്ക് ഓരോ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു കൊടുക്കുക. ഇൻ സിമ്പിൾ ടേംസ്, ഓർഗനൈസിംഗ് റെഫേഴ്സ് ടു അറേഞ്ചിങ് എവറിത്തിങ് ഇൻ ഓർഡർലി ഫോം ആൻഡ് മേക്കിംഗ് ദ മോസ്റ്റ് എഫിഷ്യന്റ് യൂസ് ഓഫ് ദ റിസോഴ്സസ് ഫോർ ദ അറ്റൈൻമെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഇനി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു ഓർഡർലി മാനറിൽ അറേഞ്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഓർഗനൈസിങ്. ഫോർ എക്സാമ്പിൾ, ഓർഗനൈസിങ്ങിന് എക്സാമ്പിൾ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളുമായി റിലേറ്റഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, നോക്കിയ മൊബൈൽ കമ്പനി അസംബിൾസ് റിസോഴ്സസ് സച്ച് ആസ് മണി, മെഷീനറി, റോ മെറ്റീരിയൽസ്, suitable workers, etc. Combine similar jobs and classify the activities into departments of finance, production, and marketing, and assign responsibilities and power to different departments for the production of 10 lakh mobile phone. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയ മൊബൈൽ കമ്പനി അവരുടെ പ്ലാനിങ് പറഞ്ഞു 10 lakh മൊബൈൽ ഫോൺ ആണ്. 10 lakh മൊബൈൽ ഫോൺ നോക്കിയ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ട മണി, മെറ്റീരിയൽ, മെഷീനറി, റിസോഴ്സസ് ഒക്കെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് ഓർഗനൈസിങ്ങിലാണ് വരുന്നത്. അതുപോലെ തന്നെ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ആ ഡ്യൂട്ടീസ് ഒക്കെ അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഓർഗനൈസിങ്ങിലാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ, അസംബിൾ വേരിയസ് റിസോഴ്സസ് നീഡഡ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസ്. ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത് അയാൾ പ്ലാൻ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്ന ഓർഗനൈസിങ്ങിൽ എന്താ വരിക, അയാൾ അതിന് വേണ്ട റിസോഴ്സസ് അറേഞ്ച് ചെയ്യുക. കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസ്, ഒരു വീട് നിർമ്മാണത്തിന് വേണ്ട കല്ലും സിമന്റും കമ്പിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഓർഗനൈസിങ്ങിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, ഫോർ ടൂർ പ്രോഗ്രാം സ്കൂൾ ഓർഗനൈസസ് ബസ്, ഹോസ്റ്റൽ റൂം, അപ്പോയിൻമെന്റ്, ടൂർ,
കൺവീനർ, ടൂർ ലീഡേഴ്സ് ആൻഡ് ഡിറ്റർമൈൻ ദിയർ അതോറിറ്റീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇനി നമ്മൾ ടൂർ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു. അതുമായി റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ആ ടൂറിന് സ്കൂൾ അറേഞ്ച് ബസ് അല്ലേ, ടൂറിന് വേണ്ട ബസ്സസ് അറേഞ്ച് ചെയ്യണം. ദെൻ ഹോസ്റ്റൽ, അവിടെ പോയി സ്റ്റേ ചെയ്യാനുള്ള റൂം അറേഞ്ച് ചെയ്യണം. ദെൻ ടൂർ കൺവീനറെ അറേഞ്ച് ചെയ്യണം. അതുപോലെ ടൂർ ലീഡേഴ്സ്, അത് കോർഡിനേറ്റ് ചെയ്യുന്ന ലീഡേഴ്സിനെ അറേഞ്ച് ചെയ്യണം. ദെൻ അതുപോലെ തന്നെ അവരുടെ ഓരോരുത്തർ അതോറിറ്റി റെസ്പോൺസിബിലിറ്റിയും തീരുമാനിക്കണം. ഇതാണ് ടൂറുമായി റിലേറ്റഡ് ആയിട്ട് ഓർഗനൈസിങ്ങിൻ്റെ എക്സാമ്പിൾ. തേർഡ് വൺ, സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് മീൻസ് ദ പ്രോസസ് ഓഫ് സെലക്ടിങ് പീപ്പിൾ ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ജോബ്, ട്രെയിനിങ് ദം ആൻഡ് അപ്പോയിന്റിങ് ദം ഇൻ റൈറ്റ് പ്ലേസ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലേക്ക് വേണ്ട ആളുകളെ സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ കറക്റ്റ് പൊസിഷനിൽ അപ്പോയിന്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് മീൻസ് സെലക്ടിങ് റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ്. അതായത് ശരിയായ ആളുകളെ ശരിയായ സമയത്ത് സെലക്ട് ചെയ്ത് ശരിയായ സ്ഥലത്ത് അപ്പോയിന്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്റ്റാഫിംഗ്. ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് പെർഫോം ദ സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ഈസ് നോൺ ആസ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഇനി സ്റ്റാഫിംഗ് ഫംഗ്ഷൻ നടത്തുന്ന ഡിപ്പാർട്ട്മെന്റിനെ പറയുന്ന പേരാണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ നിറവേറ്റുന്നത്. ദെൻ ഫോർ എക്സാമ്പിൾ, നോക്കിയ കമ്പനി അപ്പോയിന്റ് എക്സ്പേർട്ട് വർക്കേഴ്സ് ആൻഡ് ട്രെയിൻ ദം. നോക്കിയ കമ്പനി എക്സ്പേർട്ട് ആയിട്ടുള്ള വർക്കേഴ്സിനെ സെലക്ട് ചെയ്യുകയും അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നതാണ് എക്സാമ്പിൾ. ദെൻ സെക്കൻഡ് വൺ, അപ്പോയിന്റ് വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫോർ ദ ഹൗസ് കൺസ്ട്രക്ഷൻ. ഇനി വീട് നിർമ്മാണവുമായി റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ അതിന് വേണ്ട വർക്കേഴ്സിനെ സെലക്ട് ചെയ്യുക, അതുപോലെ സൂപ്പർവൈസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക. ദെൻ തേർഡ് വൺ, സെലക്ട് സ്റ്റുഡൻറ് ആൻഡ് അപ്പോയിന്റ്സ് എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ് ഫോർ ദ ടൂർ പ്രോഗ്രാം. ടൂർ പ്രോഗ്രാമിനെ കുട്ടികളെ സെലക്ട് ചെയ്യുക, അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള എസ്കോർട്ടിംഗ് ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുക. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് സ്റ്റാഫിംഗ്. നെക്സ്റ്റ് ഫംഗ്ഷൻ, ഡയറക്റ്റിംഗ്. പ്ലാനിംഗ്, ഓർഗനൈസിംഗ് ആൻഡ് സ്റ്റാഫിംഗ് ആർ പ്രിപ്പറേറ്ററി ഫംഗ്ഷൻസ്. പ്ലാനിങ്ങും ഓർഗനൈസിംഗ് സ്റ്റാഫിംഗ് ഒക്കെ പ്രിപ്പറേറ്ററി ഫംഗ്ഷൻ. അതെന്താണ്, അത് നമ്മൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ട മുൻകൂറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും. ഡയറക്റ്റിംഗ് സ്റ്റാർട്ട് വെൻ ദ ആക്ച്വൽ വർക്ക് സ്റ്റാർട്ട്. ഡയറക്റ്റിംഗ് മുതലാണ് ആക്ച്വൽ വർക്ക് ആരംഭിക്കുന്നത്. ഡയറക്റ്റിംഗ് സ്റ്റാർട്ട് വെൻ ആക്ച്വൽ വർക്ക് സ്റ്റാർട്ട്. ഡയറക്റ്റിംഗ് ഈസ് ദ ടാസ്ക് ഓഫ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് സൂപ്പർവൈസിംഗ് the work of employees, giving leadership to their task, communicating with the workers and inspiring them. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നടക്കുക, അതുപോലെ അവർ ചെയ്യുന്ന വർക്കുകളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. ദെൻ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നതിനെ പറയുന്ന പേരാണ് ഡയറക്റ്റിംഗ്. അതുപോലെ വർക്കേഴ്സിന് മോട്ടിവേഷൻസ് ഒക്കെ നൽകുന്നത് ഡയറക്റ്റിംഗ് ആണ്. Directing means instructing, guiding and inspiring to workers. വർക്കേഴ്സിന് ഇൻസ്ട്രക്ഷൻസും അതുപോലെ ഗൈഡിങ് ആൻഡ് ഇൻസ്പയറിങ്, വർക്കേഴ്സിനെ ഇൻസ്പയർ ചെയ്യുന്നതെല്ലാം ഡയറക്റ്റിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ, മാനേജേഴ്സ് ഓഫ് നോക്കിയ കമ്പനി സൂപ്പർവൈസസ് ദ വർക്ക് ഓഫ് എംപ്ലോയീസ് ആൻഡ് ഇൻസ്പയർ ദം. നോക്കിയ കമ്പനിയിലെ മാനേജേഴ്സ് എംപ്ലോയീസിൻ്റെ വർക്ക് സൂപ്പർവൈസ് ചെയ്യുക, അതുപോലെ അവർക്ക് വേണ്ട ഇൻസ്പിറേഷൻ മീൻസ് മോട്ടിവേഷൻസ് നൽകുക. ദെൻ സെക്കൻഡ് വൺ, ഗിവ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് എൻകറേജ്മെന്റ് ടു വർക്കേഴ്സ് അറ്റ് എവരി സ്റ്റേജ് ഓഫ് ഹൗസ് കൺസ്ട്രക്ഷൻ വർക്ക്. ദെൻ ഒരു ഹൗസ് നിർമ്മാണത്തിലാണെങ്കിൽ വർക്കേഴ്സിന് എന്താണ് വീട് നിർമ്മാണവുമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് കൺസ്ട്രക്ഷൻ ഓഫ് വർക്കിൽ വരുന്നത്. ദെൻ തേർഡ് വൺ, ടൂർ കൺവീനർ ഗിവ്സ് ലീഡർഷിപ്പ് ആൻഡ് നെസസറി ഇൻസ്ട്രക്ഷൻ ഡ്യൂറിങ് ദ ട്രിപ്പ്. ടൂർ പ്രോഗ്രാമിൽ റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതും അതുപോലെ അവർക്ക് ലീഡർഷിപ്പ്, അവരെ ലീഡ് ചെയ്യുന്നതൊക്കെ ടൂർ കൺവീനർ ആയിരിക്കും. ഫിഫ്ത്ത് വൺ, കൺട്രോളിംഗ്. കൺട്രോളിംഗ് ഈസ് ദ ലാസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്.
Controlling means examining that everything according to the plans. Then controlling means എന്താണ്? എക്സാമിനിങ്. എക്സാമിനിങ് മീൻസ് എന്താണ്? പരിശോധന നടത്തുക. അതായത് പ്ലാനിങ്ങിനനുസരിച്ചിട്ടാണോ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ളത് പരിശോധിക്കുന്നതിന് പറയുന്ന പേരാണ് കൺട്രോളിങ്. കൺട്രോളിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് പ്ലാൻഡ് പെർഫോമൻസ്. കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ്. അതായത് ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് സ്റ്റാൻഡേർഡിനനുസരിച്ചാണോ എന്നുള്ളത് നോക്കുന്നതിനെ പറയുന്ന പേരാണ് കൺട്രോളിംഗ്. കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ആ സ്റ്റാൻഡേർഡിനനുസരിച്ചാണോ എന്നുള്ളത് മെഷർ ചെയ്യുക. ദെൻ അതിനുശേഷം കമ്പയറിംഗ് ദ ആക്ച്വൽ വിത്ത് സ്റ്റാൻഡേർഡ്സ്. ആക്ച്വൽ വർക്കും സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പാരിസൺ നടത്തുക. ദെൻ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. ഇനി അവിടെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുക. ഇത്രയാണ് കൺട്രോളിംഗ്. ഫോർ എക്സാമ്പിൾ, ഇവാലുവേറ്റിംഗ് വെദർ നോക്കിയ കമ്പനി ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് 10 lakh മൊബൈൽ ഫോൺ ആസ് പ്ലാൻഡ്. മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ നോക്കിയ കമ്പനി 10 lakh മൊബൈൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഏബിൾ ആണോ എന്നുള്ളത് വിലയിരുത്തുക. സെക്കൻഡ് വൺ, എക്സാമിൻ വെദർ ദ ഹൗസ് കൺസ്ട്രക്ഷൻ പ്രോഗ്രാം ഈസ് ഗോയിങ് അക്കോർഡിംഗ് ടു പ്ലാൻസ്. മുൻകൂട്ടി പ്ലാനിങ് ചെയ്ത രീതിയിലാണോ ഹൗസ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. തേർഡ് വൺ, എക്സാമിൻ വെദർ ദ പ്ലേസസ് ആർ വിസിറ്റഡ് ആസ് പ്ലാൻഡ്. ദെൻ ടൂറുമായി റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച സ്ഥലങ്ങളിലെല്ലാം വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് കൺട്രോളിംഗ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാനേജ്മെന്റ് ഫങ്ഷൻസ് ആണ്. മെയിൻലി there are 5 functions of management. They are planning, organizing, staffing, directing and controlling. In this class, we discussed about functions of management. Mainly there are 5 functions of management. They are planning, organizing, staffing, directing and controlling.